ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സോഫിയ ഡാനിയൽ. പ്രധാന വാർത്തകൾ. കോവിഡ് പ്രതിസന്ധിക്കിടയിലും ഊർജ്ജ മേഖലയിൽ നിരവധി അവസരങ്ങളെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. രാജ്യത്ത് കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 46,232 കോവിഡ് രോഗികൾ. 564 പേർ കൂടി മരിച്ചതോടെ ആകെ മരണം 1,32,000 കടന്നു. സംസ്ഥാനത്ത് തദ്ദേശഭരണ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ചൂടേറുന്നു. പത്രിക പിൻവലിക്കാനുള്ള അവസാന ദിനം തിങ്കളാഴ്ച. ബാർ കോഴക്കേസിൽ പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെയുള്ളവർക്കെതിരെ അന്വേഷണത്തിന് സർക്കാർ അനുമതി തേടുന്നതായി റിപ്പോർട്ട്. പ്രതികാര നടപടിയിലൂടെ നിശബ്ദമാക്കാമെന്ന് കരുതണ്ടെന്ന് കെപിസിസി അധ്യക്ഷൻ. സ്വർണ്ണക്കടത്ത് കേസ് അട്ടിമറിക്കാൻ സംസ്ഥാന സർക്കാർ ആസൂത്രിത ശ്രമം നടത്തുന്നതായി പ്രതിപക്ഷ നേതാവ്. നിയമസഭയെയും ഇതിനായി ഉപയോഗിക്കുന്നതായി രമേശ് ചെന്നിത്തല. വാർത്തകൾ വിശദമായി. കോവിഡ് പ്രതിസന്ധിക്കിടയിലും ഊർജ്ജ മേഖലയിൽ നിരവധി അവസരങ്ങളാണുള്ളതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഗുജറാത്തിലെ പണ്ഡിറ്റ് ദീൻദയാൽ പെട്രോളിയം സർവകലാശാലയുടെ ബിരുദദാന ചടങ്ങിനെ വെർച്വലായി അഭിസംബോധന ചെയ്യുകയായിരുന്നു ശ്രീ നരേന്ദ്രമോദി. കാർബൺ ബഹിർഗമനം 30 മുതൽ 35% വരെ കുറയ്ക്കാനുള്ള ലക്ഷ്യവുമായി രാജ്യം മുന്നോട്ടു പോകുകയാണ്. ആത്മനിർഭർ ഭാരത് യാഥാർത്ഥ്യമാക്കാൻ നാം ഓരോരുത്തരും പോരാളികളായി മാറണമെന്നും പ്രധാനമന്ത്രി ആഹ്വാനം ചെയ്തു. ജമ്മുകശ്മീരിൽ പാകിസ്ഥാൻ നടത്തിയ വെടിനിർത്തൽ കരാർ ലംഘനത്തിൽ ജവാന് വീരമൃത്യു. രജൌരി ജില്ലയിലെ നൌഷേര സെക്ടറിലായിരുന്നു പാക് പ്രകോപനം. അവന്തിപ്പോരയിൽ ജെയ്ഷെ മുഹമ്മദ് ഭീകര സംഘടനയുമായി ബന്ധമുള്ള 2 പേരെ സുരക്ഷാസേന അറസ്റ്റ് ചെയ്തു. നിരവധി ആയുധങ്ങളും ഇവരിൽ നിന്ന് കണ്ടെത്തിയിട്ടുണ്ട്. അതിനിടെ നഗ്രോട്ട സംഭവത്തിൽ വിദേശകാര്യ മന്ത്രാലയം ന്യൂഡൽഹിയിലെ പാകിസ്ഥാൻ ഹൈക്കമ്മീഷനിലെ ഉദ്യോഗസ്ഥനെ വിളിച്ചുവരുത്തി പ്രതിഷേധം അറിയിച്ചു. പാകിസ്ഥാൻ അവരുടെ മണ്ണ് ഭീകര കേന്ദ്രമാക്കി വളർത്തുന്നതിനും ഇന്ത്യയ്ക്കെതിരെ ആക്രമണം അഴിച്ചുവിടുന്നതിലും വിദേശകാര്യ മന്ത്രാലയം ശക്തമായ പ്രതിഷേധം അറിയിച്ചു. രാജ്യത്ത് കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 46,232 പേർക്ക് കൂടി കോവിഡ്-19 സ്ഥിരീകരിച്ചു. ഇതോടെ ആകെ രോഗം ബാധിച്ചവരുടെ എണ്ണം 90,50,598 ആയി. 84,78,124 പേർ ഇതിനോടകം കോവിഡിൽ നിന്ന് രോഗമുക്തി നേടി. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 49,715 പേരാണ് രോഗമുക്തി നേടിയത്. ഒരു ദിവസത്തിനിടെ 564 മരണം കൂടി സ്ഥിരീകരിച്ചതോടെ ആകെ മരണം 1,32,726 ആയി. ലോകത്ത് ആകെ കോവിഡ് ബാധിതരുടെ എണ്ണം 5,79,00,000 കവിഞ്ഞു. 13,77,000-ൽ അധികം പേർ ഇതുവരെ കോവിഡ് ബാധിച്ച് മരിച്ചു. 4 കോടിയിലധികം പേർ രോഗമുക്തി നേടി. ഏറ്റവും കൂടുതൽ രോഗികളുള്ള അമേരിക്കയിൽ ഇന്നലെ മാത്രം 2 ലക്ഷം പേർക്കാണ് രോഗം സ്ഥിരീകരിച്ചത്. 1951 മരണവും റിപ്പോർട്ട് ചെയ്തു. രാജ്യത്തെ കോവിഡ് പ്രതിരോധത്തിനായി വികസിപ്പിച്ച ആരോഗ്യ സേതു ആപ്ലിക്കേഷന്റെ അടിസ്ഥാന പ്രവർത്തന കോഡ് കേന്ദ്ര വാർത്താവിനിമയ മന്ത്രാലയം സ്വതന്ത്ര സോഫ്റ്റ്വെയർ രംഗത്ത് പുറത്തിറക്കി. രാജ്യത്തിന്റെ കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങളിൽ ആരോഗ്യ സേതു നിർണായക പങ്കു വഹിച്ചെന്നും സാങ്കേതിക രംഗത്തെ സുതാര്യത ഉറപ്പാക്കാൻ സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്നും മന്ത്രാലയം ന്യൂഡൽഹിയിൽ വ്യക്തമാക്കി. ബാർ കോഴക്കേസിൽ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയ്ക്കെതിരെ വിജിലൻസ് അന്വേഷണത്തിന് മുഖ്യമന്ത്രി അനുമതി തേടുന്നതായി റിപ്പോർട്ട്. ശ്രീ രമേശ് ചെന്നിത്തലയ്ക്കും കോഴ നൽകിയെന്ന ബിജു രമേശിന്റെ വെളിപ്പെടുത്തലിന്റെ അടിസ്ഥാനത്തിലാണ് അന്വേഷണം. ശ്രീ വി എസ് ശിവകുമാർ, ശ്രീ കെ ബാബു എന്നിവർക്കെതിരെയും അന്വേഷണം നടത്തും. പ്രതികാര നടപടിയെടുത്ത് പ്രതിപക്ഷത്തെ നിശബ്ദമാക്കാമെന്ന് സർക്കാർ കരുതണ്ടെന്ന് കെപിസിസി അധ്യക്ഷൻ മുല്ലപ്പള്ളി രാമചന്ദ്രൻ. പ്രതിപക്ഷ നേതാക്കളെ തെരഞ്ഞുപിടിച്ച് പൊതുസമൂഹത്തിനു മുന്നിൽ വ്യക്തിഹത്യ നടത്തുന്നതിനെതിരെ ഒറ്റക്കെട്ടായി പോരാടുമെന്ന് അദ്ദേഹം തിരുവനന്തപുരത്ത് വാർത്താലേഖകരോട് പറഞ്ഞു. ജോസ് കെ മാണിക്കെതിരെ ബാർ ഉടമ നടത്തിയ വെളിപ്പെടുത്തലിന്റെ പ്രാഥമിക അന്വേഷണം നടത്താൻ മുഖ്യമന്ത്രി തയ്യാറാകാത്തത് എന്തുകൊണ്ടാണെന്നും കെപിസിസി അധ്യക്ഷൻ ചോദിച്ചു. സ്വർണ്ണക്കടത്ത് കേസ് അട്ടിമറിക്കാൻ സംസ്ഥാന സർക്കാർ ആസൂത്രിത ശ്രമം നടത്തുന്നതായി പ്രതിപക്ഷ നേതാവ്. പോലീസിനെയും വിജിലൻസിനെയും ഇതിനായി സംസ്ഥാന സർക്കാർ ദുരുപയോഗപ്പെടുത്തുകയാണെന്ന് അദ്ദേഹം തിരുവനന്തപുരത്ത് വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. കേന്ദ്ര ഏജൻസികളുടെ വിശ്വാസ്യത തകർക്കാനാണ് ശ്രമം. നിയമസഭയെയും ഇതിനായി ഉപയോഗിക്കുന്നതായി ശ്രീ രമേശ് ചെന്നിത്തല ആരോപിച്ചു. ബാർ കോഴക്കേസിൽ ഏത് അന്വേഷണത്തെയും സ്വാഗതം ചെയ്യുന്നതായി പ്രതിപക്ഷ നേതാവ് പറഞ്ഞു. ആരും കോഴ തന്നിട്ടില്ലെന്നും ആരും കോഴ വാങ്ങിയിട്ടില്ലെന്നും അദ്ദേഹം പറഞ്ഞു. സംസ്ഥാനത്ത് തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ പ്രചാരണത്തിന് ചൂടേറുന്നു. പത്രികാ സമർപ്പണത്തിന്റെ സൂക്ഷ്മ പരിശോധന പൂർത്തിയായപ്പോൾ 3000-ലധികം പത്രികകളാണ് തള്ളിയത്. കൂടുതൽ വിവരങ്ങളുമായി അശ്വതി ജി എസ്.
3130 എണ്ണം കമ്മീഷൻ തള്ളി. ഗ്രാമപഞ്ചായത്തുകളിലേക്ക് ലഭിച്ച പത്രികകളിൽ 2215 എണ്ണവും ബ്ലോക്ക് പഞ്ചായത്തുകളിൽ 305 എണ്ണവും ജില്ലാ പഞ്ചായത്തുകളിൽ 133 എണ്ണവുമാണ് നിരസിച്ചത്. 477 പത്രികകളാണ് മുനിസിപ്പാലിറ്റികളിൽ നിരസിച്ചത്. 6 കോർപ്പറേഷനുകളിലായി 121 പത്രികകൾ നിരസിച്ചു. പത്രികകൾ തിങ്കളാഴ്ച വരെ പിൻവലിക്കാം. തെരഞ്ഞെടുപ്പ് പ്രചാരണവുമായി ബന്ധപ്പെട്ട് പൊതുയോഗം, ജാഥ തുടങ്ങിയവ സംഘടിപ്പിക്കുന്നതിന് മുൻകൂർ അനുമതി വേണമെന്ന് തിരഞ്ഞെടുപ്പ് കമ്മീഷണർ അറിയിച്ചു. ഉച്ചഭാഷിണി ഉപയോഗിക്കുന്നതിന് മുൻകൂർ അനുമതി ആവശ്യമാണ്. മട്ടന്നൂർ നഗരസഭ ഒഴികെയുള്ള 1199 തദ്ദേശ സ്ഥാപനങ്ങളിലേക്ക് അടുത്ത മാസം 8, 10, 14 തീയതികളിൽ 3 ഘട്ടമായാണ് തിരഞ്ഞെടുപ്പ് നടക്കുന്നത്. 16-നാണ് വോട്ടെണ്ണൽ. ന്യൂസ് ഡെസ്ക്, ആകാശവാണി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. കൊറോണ ആശങ്കയല്ല, ജാഗ്രതയാണ് വേണ്ടത്. കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം പുറപ്പെടുവിക്കുന്ന നിർദ്ദേശങ്ങൾ. ജനങ്ങൾ കൂട്ടം കൂടുന്നത് ഒഴിവാക്കുക. ഇടയ്ക്കിടെ കൈകൾ സോപ്പും വെള്ളവും ഉപയോഗിച്ചോ സാനിറ്റൈസർ ഉപയോഗിച്ചോ വൃത്തിയാക്കുക. നിർബന്ധമായും മാസ്ക് ധരിക്കുക. പനിയോ ചുമയോ ശ്വാസതടസ്സമോ തുടരുന്ന സാഹചര്യത്തിൽ വൈദ്യസഹായം തേടുക. കൊറോണയെ സംബന്ധിച്ച വിവരങ്ങൾക്ക് ആരോഗ്യ മന്ത്രാലയത്തിന്റെ 1075-ലും ദിശയുടെ 1056-ലും ബന്ധപ്പെടാം. സ്വർണ്ണവിലയിൽ വർധന. പവന് 160 രൂപ കൂടി 37,680 രൂപയായി. 4,710 രൂപയാണ് ഗ്രാമിന്റെ വില. എന്നാൽ ആഗോള വിപണിയിൽ വിലയിടിവ് തുടരുകയാണ്. സംസ്ഥാന ചരക്കുസേവന നികുതി വകുപ്പിന്റെ കുടിശ്ശിക നിവാരണ പദ്ധതിയായ ആംനസ്റ്റി 2020-ൽ ഓപ്ഷൻ സമർപ്പിക്കാൻ അവസാന തീയതി ഈ മാസം 30-ന് അവസാനിക്കും. ഓപ്ഷൻ സമർപ്പിക്കുന്ന വ്യാപാരികൾക്ക് പിഴയിലും പലിശയിലും 100% ഇളവ് ലഭിക്കും. ലോകം ഇന്ന് അന്താരാഷ്ട്ര ടെലിവിഷൻ ദിനമായി ആചരിക്കുന്നു. 1996-ലാണ് UN ജനറൽ അസംബ്ലി ടെലിവിഷൻ ദിനാചരണ പ്രഖ്യാപനം നടത്തിയത്. ഒരു റിപ്പോർട്ട്. സ്മാർട്ട് ഫോണും ഐപാഡും ലാപ്ടോപ്പും ഉപയോഗിച്ച് ശീലിച്ച പുതിയ തലമുറയ്ക്ക് ദൃശ്യലോകത്തിന്റെ തുടക്കകാലം ചിന്തിക്കാൻ പോലും കഴിയാത്തതാണ്. ശബ്ദം കൊണ്ട് മനസ്സിൽ ദൃശ്യങ്ങൾ സൃഷ്ടിക്കുന്ന ഇടത്തുനിന്നും വിസ്മയങ്ങൾ നിറഞ്ഞ കാഴ്ചകളിലേക്ക് ലോകമെത്തിയിട്ട് ഇന്നേക്ക് 93 വർഷം പിന്നിടുന്നു. ടെലിവിഷനിലെ ആദ്യ ദൃശ്യം ഒരു വരയായിരുന്നു എന്നാണ് ചരിത്രം പറയുന്നത്. പിന്നീട് ഡോളർ ചിഹ്നവും ടിവിയിൽ ദൃശ്യമായി. 1959 സെപ്റ്റംബറിൽ ആകാശവാണിയോട് ചേർന്ന് ടെലിവിഷൻ സംപ്രേഷണം ആരംഭിച്ചെങ്കിലും 1982-ലാണ് ന്യൂഡൽഹിയിൽ നിന്ന് ദൂരദർശനിലൂടെ ദൃശ്യങ്ങൾ ജനങ്ങളിൽ എത്തി തുടങ്ങിയത്. അതേ വർഷം പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയുടെ സ്വാതന്ത്ര്യദിന സന്ദേശം സംപ്രേഷണം ചെയ്തിരുന്നു. മലയാളികൾക്ക് ദൃശ്യാനുഭവം സമ്മാനിച്ച് 1985 ജനുവരി 2-ന് കേരളത്തിൽ ദൂരദർശൻ മലയാള സംപ്രേഷണം ആരംഭിച്ചു. തുടക്കത്തിൽ 15 മിനിറ്റ് ദൈർഘ്യമുള്ള വാർത്തയാണ് സംപ്രേഷണം ചെയ്തത്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി. മെഡിക്കൽ അനുബന്ധ ബിരുദ കോഴ്സുകളിലേക്കുള്ള ആദ്യ അലോട്ട്മെന്റ് പ്രവേശന പരീക്ഷാ കമ്മീഷണറുടെ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചു. ഇന്ന് അന്താരാഷ്ട്ര മത്സ്യത്തൊഴിലാളി ദിനം. 2019-20-ൽ മത്സ്യബന്ധന മേഖലയിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച സംസ്ഥാനങ്ങൾക്ക് ഇത്തവണ ഫിഷറീസ് മന്ത്രാലയം പുരസ്കാരം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഒരു റിപ്പോർട്ട്. മത്സ്യത്തൊഴിലാളി സമൂഹത്തോട് ഐക്യദാർഢ്യം പ്രകടിപ്പിക്കുന്നതിനാണ് എല്ലാ വർഷവും നവംബർ 21-ന് ലോക മത്സ്യത്തൊഴിലാളി ദിനമായി ആചരിക്കുന്നത്. മത്സ്യത്തിന് കൃത്യമായ വില ലഭിക്കാത്തതും മത്സ്യബന്ധനത്തിനുള്ള അടിസ്ഥാന സൌകര്യങ്ങളുടെ കുറവുമാണ് ഈ മേഖല നേരിടുന്ന പ്രധാന പ്രതിസന്ധി. 2018-19-ലെ കണക്ക് പ്രകാരം കേരളത്തിൽ 10,39,000-ത്തിലധികം മത്സ്യത്തൊഴിലാളി കുടുംബങ്ങളാണുള്ളത്. ഇതിൽ മത്സ്യബന്ധന മേഖലയുമായി നേരിട്ട് തൊഴിലിൽ ഏർപ്പെട്ടിരിക്കുന്നവരുടെ എണ്ണം 3.5 ലക്ഷത്തിലധികമാണ്. ഈ കണക്കുകൾ തന്നെ മത്സ്യത്തൊഴിലാളികളുടെ ക്ഷേമത്തിന് നൽകേണ്ട പ്രാധാന്യം എത്രത്തോളമാണെന്ന് ചൂണ്ടിക്കാട്ടുന്നു. മത്സ്യത്തൊഴിലാളി ക്ഷേമത്തിനായി കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ നിരവധി പദ്ധതികളാണ് ആവിഷ്കരിച്ചിരിക്കുന്നത്. ഇന്ത്യൻ സൂപ്പർ ലീഗിൽ ഇന്ന് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് മുംബൈ സിറ്റിയെ നേരിടും. ഗോവയിലെ തിലക് മൈതാൻ സ്റ്റേഡിയത്തിൽ വൈകിട്ട് 7:30-നാണ് മത്സരം. ഇന്നലെ ഉദ്ഘാടന മത്സരത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സിനെ ATK മോഹൻ ബഗാൻ ഏകപക്ഷീയമായ 1 ഗോളിന് പരാജയപ്പെടുത്തി. പ്രധാന വാർത്തകൾ വീണ്ടും. കോവിഡ് പ്രതിസന്ധിക്കിടയിലും ഊർജ്ജ മേഖലയിൽ നിരവധി അവസരങ്ങളെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. രാജ്യത്ത് കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 46,232 കോവിഡ് രോഗികൾ. 564 പേർ കൂടി മരിച്ചതോടെ ആകെ മരണം 1,32,000 കടന്നു. സംസ്ഥാനത്ത് തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ചൂടേറുന്നു. പത്രിക പിൻവലിക്കാനുള്ള അവസാന ദിനം തിങ്കളാഴ്ച. ബാർ കോഴക്കേസിൽ പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെയുള്ളവർക്കെതിരെ അന്വേഷണത്തിന് സർക്കാർ അനുമതി തേടുന്നതായി റിപ്പോർട്ട്. പ്രതികാര നടപടിയിലൂടെ നിശബ്ദമാക്കാമെന്ന് കരുതണ്ടെന്ന് KPCC അധ്യക്ഷൻ. സ്വർണ്ണക്കടത്ത് കേസ് അട്ടിമറിക്കാൻ സംസ്ഥാന സർക്കാർ ആസൂത്രിത ശ്രമം നടത്തുന്നതായി പ്രതിപക്ഷ നേതാവ്. നിയമസഭയെയും ഇതിനായി ഉപയോഗിക്കുന്നതായി രമേശ് ചെന്നിത്തല. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. ഞങ്ങളുടെ വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. കൂടാതെ കൂടുതൽ വാർത്തകൾക്കായി @AllIndiaRadio News തിരുവനന്തപുരം എന്ന ഫേസ്ബുക്ക് പേജും @ARNews_TVM എന്ന ട്വിറ്റർ ഹാൻഡിലും സന്ദർശിക്കുക. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50-ന്.